ഹായ് വെൽക്കം ടു എജുവൽ ക്ലാസ്സസ്. നമ്മളിന്ന് സോഷ്യോളജിയിലെ ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ സോഷ്യോളജിയിലെ കേസ് സ്റ്റഡി, ഫോക്കസ് ഗ്രൂപ്പ്, പാർട്ടിസിപ്പേറ്ററി, റൂറൽ അപ്രൈസൽ അല്ലെങ്കിൽ PRA എന്ന് പറയും. സോ ഈ 3 ടോപ്പിക്കുമാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതിൻ്റെ ഡെഫിനിഷൻസ്, മെത്തഡോളജി ആൻഡ് ആപ്ലിക്കേഷൻ. സോ ഈ 3 ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നത്. സോ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ എന്താണെന്നുള്ള കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ കേസ് സ്റ്റഡിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഇൻഡെപ്തായിട്ട് നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. സോ എന്ത് കാര്യത്തിൽ അത് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആ കേസ് എന്ന് പറയുന്നത് എന്തും ആവാം. അതൊരു പേഴ്സൺ ആവാം, ഒരു പ്ലേസ് ആകാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആകാം. എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ഇൻഡെപ്തായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനാണ് നമ്മൾ കേസ് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ബാക്കി കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെയാണ് നോക്കുന്നത്. സോ കേസ് സ്റ്റഡി ഹാസ് ബീൻ ഡിഫൈൻഡ് ഡിഫറെൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് സ്കോളേഴ്സ് ഫ്രം ടൈം ടു ടൈം. സം ഓഫ് ദം ആർ പ്രസൻറ്റഡ്. സോ യങ് PVയുടെ ഡെഫിനിഷൻ പ്രകാരം കേസ് സ്റ്റഡി ഇസ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്, ബി ഇറ്റ് എ പേഴ്സൺ, എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, എ കമ്മ്യൂണിറ്റി ഓർ എ ഫാമിലി. സോ യങ് PVയുടെ ഒരു ഡെഫിനിഷനാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവായിട്ടൊരു സ്റ്റഡിയാണ്. ഇതൊരു മൊത്തത്തിൽ എല്ലാ ആസ്പെക്ട്സുകളെയും ചേർത്ത് കൊണ്ടുള്ള കോംപ്രഹെൻസീവായിട്ടുള്ള സ്റ്റഡിയാണ്. സോ അത് എന്തിനെയൊക്കെ കുറിച്ചാകാം, ചിലപ്പോൾ അതൊരു സോഷ്യൽ യൂണിറ്റ് ആകാം. സോ സോഷ്യൽ യൂണിറ്റിൽ തന്നെ അതൊരു പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആകാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകാം, ഒരു കമ്മ്യൂണിറ്റി ആകാം, ഒരു ഫാമിലി. സോ ഏതിനെ പറ്റിയാണെങ്കിലും നമ്മൾ കോംപ്രഹെൻസീവായിട്ട് അതിനെ പഠനം നടത്തുക അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ട് നമ്മൾ സ്റ്റഡി നടത്തുന്നതിനാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. നിയർ ദ ഗ്രൂഡ് ആൻഡ് ഹാറ്റിൻ്റെ ആണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്പ്ലോറിങ് ആൻഡ് അനലൈസിങ് ദ ലൈഫ് ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. സോ ഗ്രൂഡ് ആൻഡ് ഹാറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് എക്സ്പ്ലോറിങ് ആൻഡ് അനലൈസിങ്. സോ ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ മാക്സിമം അതിൻ്റെ ഡീപ്പായിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യുക, അതിനെക്കുറിച്ച് മാക്സിമം അറിയുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നു. സോ അനലൈസിങ് ദ ലൈഫ് ഓഫ് എ സോഷ്യൽ യൂണിറ്റിൻ്റെ ലൈഫിനെ കുറിച്ച് നമ്മൾ മാക്സിമം അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് എല്ലാ ആസ്പെക്റ്റിൽ നിന്നും പഠനം നടത്തുന്ന ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്നാണ് ഗ്രൂഡ് ആൻഡ് ഹാറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി CH കൂലെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു സോഷ്യോളജിക്കാർക്ക് ഫെമിലിയറാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോയിൻ ചെയ്ത അദ്ദേഹമാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡെഫിനിഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. കേസ് സ്റ്റഡി ഡിപ്പെൻഡ്സ് അവർ പെർസെപ്ഷൻ ആൻഡ് ഗീവ്സ് ക്ലിയർ ഇൻസൈറ്റ് ഇൻ ടു ലൈഫ് ഡയറക്ടറി. സോ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ പെർസെപ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ്. സോ ആൻഡ് ഗീവ്സ് ക്ലിയർ ഇൻസൈറ്റ് ഇൻ ടു ഒരു വ്യക്തിയുടെ ലൈഫ് ഡയറക്ടറി, ലൈഫിൽ അല്ലെങ്കിൽ അത് എന്തുമായിക്കോളാം അതിനെക്കുറിച്ചൊരു നമുക്കൊരു ഇൻസൈറ്റ്, ഒരു ക്ലിയർ ആയിട്ടൊരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്നാണ് പറയുന്നത്. സോ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കേസ് സ്റ്റഡി എടുത്ത് നോക്കിയാൽ അതിൽ നിന്നും ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഇദ്ദേഹം ഈ ഒരു ഇതിലൂടെ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത ബൊഗാർഡസിൻ്റെ ആണ്. ദ മെത്തേഡ് ഓഫ് എക്സാമിനിങ് എസ്പെഷ്യലി ആൻഡ് ഇൻ ഡീറ്റെയിൽ എ ഗിവൺ സിറ്റുവേഷൻ. സോ ഇതൊരു കേസ് സ്റ്റഡി എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഇവിടെ എക്സാമിൻ ചെയ്യുന്നത് എന്തുവാ, ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും സ്പെഷ്യലി എക്സാമിൻ ചെയ്യുന്നൊരു മെത്തേഡ്സ്, എല്ലാ ആസ്പെക്ട്സുകളും എക്സാമിൻ ചെയ്ത് അതിനെക്കുറിച്ച് നമുക്ക് എന്താണോ തരുന്നത് കേസ്, അതുമായിട്ട് ആ സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് എല്ലാ ആസ്പെക്റ്റും എക്സാമിൻ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്നാണ് ബൊഗാർഡസ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത റോബിൻസൺ ആണ്. A strategy for doing research which involves an empirical investigation of a particular contemporary phenomenon within its real life context using multiple sources of evidence. So ഇത് റോബ്സന്റെ ഡെഫിനിഷൻ പ്രകാരം ഇതൊരു സ്ട്രാറ്റജി, കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. എന്താണ്, ഒരു റിസർച്ച് നടത്താൻ വേണ്ടി അതിലൂടെ നമ്മൾ എംപിരിക്കലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് എംപിരിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയുന്ന തിരിച്ചറിയാൻ പറ്റുന്ന എംപിരിക്കൽ അല്ലെങ്കിൽ എവിഡൻസുകൾ, ഏതെങ്കിലും ഒരു ഫിനോമിനയെക്കുറിച്ചുള്ള എംപിരിക്കൽ എവിഡൻസുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ അതിനെ റിയൽ ലൈഫ് കണ്ടെക്സ്റ്റിലോട്ട് കൊണ്ടുവന്നു. അത് ഏതിലൂടെ ആയിരിക്കും, പല മൾട്ടിപ്പിൾ സോഴ്സസ്. സോ നമ്മൾ കേസ് സ്റ്റഡി നടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പല കാര്യങ്ങൾ, ആസ്പെക്ട്സുകൾ, റിസർച്ചുകൾ നടത്തിയാണ് എന്ത് ചെയ്യേണ്ടത്. ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ ആ വ്യക്തിയുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കളക്ഷൻസ്, ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത്
കളക്ട്. സോ ഇതൊരു ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആണെങ്കിലും പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്ന കേസ് സ്റ്റഡിയിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ നമുക്ക് ചില സമയത്ത് എന്താവും, അത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിലോട്ട് പോകാം. ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്ന നേച്ചർ എന്ന് പറയുന്നത് ഇത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, നമ്മൾ സബ്ജക്റ്റീവായിട്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. സോ അല്ലാതെ ഒബ്ജക്റ്റീവായിട്ട് ആ കേസ് സ്റ്റഡിയാണ് ഒരു വ്യക്തി ഇത്രയുമാണ് അല്ലെങ്കിൽ അയാളുടെ IQ ഇത്രയാണ്, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. സോ ഇത് ക്വാളിറ്റേറ്റീവ് ടോട്ടലായിട്ട് ഇൻഡെപ്തായിട്ടൊരു കേസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. സോ അത് റോബ്സൻ്റെ ഒരു ഡെഫിനിഷനാണിത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇമ്പോർട്ടൻസിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ഫീൽഡിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമെല്ലാം ഈ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. The case study method is an approach to studying and social phenomena through a thorough analysis of an individual case. So കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ്. എന്തിനെക്കുറിച്ചൊക്കെ പഠിക്കാം. സോ ഒരു സോഷ്യൽ ഫിനോമിന ത്രൂ എ തറോ അനാലിസിസ്, ഓരോ ഇൻഡിവിജ്വൽ കേസ് എടുത്ത് അതിൽ നിന്ന് തറോ ആയിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിൻ്റെ സോഷ്യൽ ഫിനോമിനാസ് വരെ നമുക്കതിൽ നിന്ന് ഇതിൽ നിന്ന് കിട്ടും. സോ ഇതാണ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, കേസ് സ്റ്റഡിയെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ്. Case may be a person, group, episode, process, community, society or any other unit of social life. So ഇതിലെ കേസ് സ്റ്റഡിയിലെ കേസ് എന്ന് പറയുന്നത് ആരൊക്കെ ആകാം. കേസ് ക്യാൻ ബി ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആകാം. എന്ത് വേണമെങ്കിലും എന്താവാം. നമുക്ക് ഒരു സോഷ്യൽ ലൈഫിലുള്ള ഏതൊരു യൂണിറ്റ് എടുത്താലും അതിനെക്കുറിച്ച് നമുക്ക് എന്ത് നടത്താൻ പറ്റും, കേസ് സ്റ്റഡി. അല്ലെങ്കിൽ നമുക്കതിനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതെങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, അങ്ങനെ പല ആസ്പെക്ട്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പം ഒരു സോഷ്യൽ ലൈഫിലുള്ള ഏതൊരു യൂണിറ്റിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഒരു കേസ് എന്ന് പറയാം. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഇൻറ്റൻസീവ് അനാലിസിസ് ഓഫ് മെനി സ്പെസിഫിക് ഡീറ്റെയിൽസ് ഓഫൻ ഓവർലുക്ക്ഡ് ബൈ അതർ മെത്തേഡ്സ്. സോ ഇതിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് പല സ്പെസിഫിക് ആയിട്ടുള്ള ചില ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ നടത്തുന്ന റിസർച്ചുകളിൽ ചില ആസ്പെക്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല, മെഷർ ചെയ്യാൻ പറ്റാത്ത ആസ്പെക്ട്സുകൾ കാണും. അതുവരെ നമുക്ക് ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്ത് ഇൻറ്റൻസീവായിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഇൻറ്റൻസീവ് അനാലിസിസ് ഓഫ് മെനി സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളെ കുറിച്ച് വരെ നമുക്ക് ഈ കേസ് സ്റ്റഡി മെത്തേഡിലൂടെ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. A case is selected for study because the usual quantitative method fails to take into account the unique features of the case which are extremely important. So ഒരു കേസ് ആയിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്ന എന്തിന്, ഒരു സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കേസ് എടുക്കുക എന്ന് പറയുന്നത് യൂഷ്വലി എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആസ്പെക്ട്സുകളെ നമുക്ക് എന്ത് ചെയ്യാം, കേസ് സ്റ്റഡി മെത്തേഡ്സിലൂടെ അതിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് കാരണമാണ് അതൊരു കേസായിട്ട് മാറുന്നത്. ഇതിന് ക്വാണ്ടിറ്റേറ്റീവ് അളക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷനില്ല, പിന്നെ എവിടെയൊക്കെ നമുക്കിത് ഈ കേസ് സ്റ്റഡി മെത്തേഡ് അപ്ലൈ ചെയ്യാം. കേസ് സ്റ്റഡി മെത്തേഡ് ഇസ് യൂസ്ഡ് ഇൻ ആന്ത്രപ്പോളജി, സോഷ്യോളജി, മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ലോ, മെഡിസിൻ ആൻഡ് ഇൻ വേരിയസ് അതർ ഡിസിപ്ലിൻസ്. സോ പല ഡിസിപ്ലിൻസുകൾ അല്ലെങ്കിൽ പല ഫീൽഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ആന്ത്രപ്പോളജി, അതേപോലെ സോഷ്യോളജിയിൽ, അതുപോലെ മാനേജ്മെൻറ്റ് സെക്ഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ഷൻ എടുത്തു വെച്ചാൽ അതിൽ ടീച്ചേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ മെൻ്റൽ സ്ട്രെസ്സിനെ കുറിച്ച് നമുക്കൊരു കേസ് സ്റ്റഡി നടത്താം. സോ അവിടെ ഒരു പേഴ്സണെ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ എടുക്കാം, അല്ലെങ്കിൽ സ്കൂളിലുള്ള കുട്ടികളെ എടുക്കാം. സോ അങ്ങനെ പല ഫീൽഡുകളിൽ എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. അതുപോലെ ലോ, നിയമങ്ങൾ എടുക്കാം, മെഡിസിൻ പഠിക്കുന്നവർ അല്ലെങ്കിൽ മെഡിസിൻ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ഏരിയാസിലെടുക്കാം. അതുപോലുള്ള പല ഏരിയാസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കേസ് സ്റ്റഡി എടുക്കാം. ഇനി കേസ് സ്റ്റഡി ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് ഡേറ്റ സോ ആസ് ടു പ്രിസർവ് ദ യൂണിറ്ററി ക്യാരക്ടർ ഓഫ് ദ സോഷ്യൽ ഒബ്ജക്റ്റ് ബീയിങ് സ്റ്റഡീഡ്. സോ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഡേറ്റാസ് ഓർഗനൈസ് ചെയ്ത് ആണ് നമ്മളതിൽ നിന്ന് ഒരു പഠനം നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള ക്യാരക്ടർ പ്രിസർവ് ചെയ്യണമെങ്കിൽ നമുക്കതെന്ത് ചെയ്യാം, പ്രിസർവ് ചെയ്ത് അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഇൻഡെപ്തായിട്ട് പഠനങ്ങൾ നടത്താം. ആൻ ഇമ്പോർട്ടൻറ്റ് അസംപ്ഷൻ ഇൻ കേസ് സ്റ്റഡി മെത്തേഡ് ഇസ് ദാറ്റ് ദർ ഇസ് യൂണിഫോമിറ്റി ഇൻ ദ
basic human nature in spite of the fact that human behavior may vary according to situation. സോ ഇതിൽ നമ്മൾ പറയുന്നത് പോലെ എന്താണ് എല്ലാ ആസ്പെക്ട്സുകളും നമുക്ക് പറയാം, അല്ലെങ്കിൽ കേസ് സ്റ്റഡി നടത്താം. ഇതൊരു ലിമിറ്റേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ മെത്തേഡിലൂടെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെങ്കിലും എന്താണ് ബേസിക് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് എന്താ വേരി ചെയ്തുകൊണ്ടിരിക്കും, സിറ്റുവേഷൻ അനുസരിച്ച് വേരി ചെയ്ത് ഒരേ സിറ്റുവേഷനിൽ നമ്മളൊരു ചെയ്ത ബിഹേവിയർ ആയിരിക്കത്തില്ല അടുത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, the case study method is a popular form of qualitative analysis and involve a care and complete observation of a social unit, be that a person, a family, an institution, a cultural group or even the entire community. So case study method എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞല്ലേ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫെയിൽ ആകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്. ഇവിടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഒബ്ജക്റ്റീവിനേക്കാളും കൂടുതലും സബ്ജക്റ്റീവായിട്ടൊരു കാര്യത്തിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യും, ക്വാളിറ്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കെയർ കറക്റ്റായിട്ടുള്ള കെയർ കൊടുത്ത് ഒബ്സർവേഷനിലൂടെയും ആ ഒരു സോഷ്യൽ യൂണിറ്റ് നമ്മൾ എടുക്കുന്ന കേസ് എന്താണോ അതിൻ്റെ ആ ഒരു കേസിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്ത്, അതൊരു പേഴ്സൺ ആകാം, അതൊരു ഫാമിലി ആകാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, അതല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റി വരെ ആകാം. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കെയർ കൊടുത്ത് നമ്മുടെ ഒരു കെയർ അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മളിതിനെ വാച്ച് ചെയ്ത് ഒബ്സർവേഷൻ നടത്തിക്കൊണ്ട് നമുക്കിതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പഠനമായിട്ട് ഇതിനെ കൊണ്ടുപോകാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റഡി ഇൻ ഡെപ്ത് റാദർ ദാൻ ബ്രെഡ്ത്ത്. സോ ഇതെന്ന് പറയുന്നത് സ്റ്റഡി ഇൻ ഡെപ്ത് ഇൻവെസ്റ്റിഗേഷനാണ്, ബ്രെഡ്ത്ത് അല്ല. നമ്മൾ ഒരു കാര്യമാണെങ്കിൽ അതിൽ നിന്ന് അതിനെക്കുറിച്ച് തന്നെ ഡീപ്പായിട്ട് പോകും, അല്ലാതെ പല ആസ്പെക്ട്സിലോട്ട് ഒരു വ്യക്തിയുടെ തന്നെ പല ആസ്പെക്ട്സിലോട്ടായിരിക്കത്തില്ല പോകുന്നത്. ബ്രെഡ്ത്തിലൂടെ അല്ല, ഇൻ ഡെപ്താണ്. എന്താണോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം അതിനെക്കുറിച്ചായിരിക്കും ഡീപ്പായിട്ട് നമ്മൾ പോകുന്നത്. അല്ലാതെ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഒരേ പ്രോബ്ലമുള്ള ഒരുപാട് ഏരിയാസ് അല്ല നോക്കുന്നത്, ഇൻ ഡെപ്തായിട്ടാണ് പോകുന്നത്. സോ ആ ഒരു ടേം ഓർത്ത് വെച്ചിരിക്കുക. കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇൻ ഡെപ്ത് ഇൻവെസ്റ്റിഗേഷനാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. The case study places more emphasis on full analysis of a limited number of events or conditions and their interrelations. So, case study എന്താണ്, ഒരു കംപ്ലീറ്റ് ഒരു അനാലിസിസ്. സോ അത് ഏതെങ്കിലും ഒരു ഫാക്റ്റിനെ കുറിച്ചായിരിക്കും, ഏതെങ്കിലും ഒരു ലിമിറ്റഡ് നമ്പറോ കണ്ടീഷനോ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്ത് പോകുന്നത്. സോ അത് ഒരു ഇൻ്റർ റിലേഷൻസ്, ഒരു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് എന്ത് ചെയ്യും, റിലേറ്റ് ചെയ്ത് പോകും. The case study deal with the processes that take place and their interrelationship. So കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇത് കുറേ പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. അതുപോലെ പ്രോസസ്സിൽ എന്ന് പറയുന്നത് ആ ഓരോ പ്രോസസ്സിലും തമ്മിൽ എന്ത് കാണും, ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് കാണും. സോ പ്രോബ്ലം എന്താണോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് പ്രോസസ്സിലൂടെയാണ് ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡ് പോകുന്നത്. കേസ് സ്റ്റഡി is essentially an intensive investigation of the particular unit under consideration. സോ കേസ് സ്റ്റഡി എപ്പോഴും നടത്തുന്നത് എന്താണ്, ഇൻറ്റൻസ് ആയിട്ട് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഡീപ്പായിട്ടൊരു കാര്യത്തിനെ കുറിച്ച് നമുക്കറിയണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ നടത്തുന്ന മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. The objective of case study method is to locate the factors that account for the behavior pattern of the given unit as an integrated totality. സോ ഒരു കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, സോ ഒരു കാര്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ പാറ്റേണിനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ടോട്ടാലിറ്റി ആക്കി മാറ്റുന്നത്. സോ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ പാറ്റേൺ കാണിച്ചതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടാലിറ്റി ആയിട്ട് നോക്കും, എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചു എന്നുള്ള കാര്യം ഓവറോൾ അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ആഘോഷിക്കും. അതാണ് ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇനി പർപ്പസാണ് നമ്മൾ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ പർപ്പസ്. സോ കേസ് സ്റ്റഡീസ് ആർ കണ്ടക്റ്റഡ് ഫോർ ഡെവലപ്പിംഗ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ഇൻട്രിക്കേറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ഇൻ ദ പ്രോസസ് ആസ്പെക്ട്സ് ഓഫ് എ സ്പെസിഫിക് യൂണിറ്റ്
ത്രൂ ക്വാളിറ്റേറ്റീവ് ഇൻക്വയറി. സോ കേസ് സ്റ്റഡി നമ്മൾ നടത്തുന്നത് എന്തിനാണ്? ഡീപ്പറായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഇപ്പോൾ എന്നുള്ള കാര്യം ഡീപ്പറായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിലുള്ള പ്രോസസ്സുകൾ എന്താണ്, ആ ഒരു സ്പെസിഫിക് യൂണിറ്റിനെ കുറിച്ചുള്ള പ്രോസസ്സുകൾ എന്താണ്. സോ അതൊരു ക്വാളിറ്റേറ്റീവ് എൻക്വയറിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് അനാലിസിസിലൂടെയാണ് നമ്മളിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇനി കേസ് സ്റ്റഡീസ് ആർ കണ്ടക്റ്റഡ് വിത്ത് എ ക്ലിനിക്കൽ പർപ്പസ്. ദേ ആർ ട്രീറ്റഡ് ആസ് ഡയഗ്നോസ്റ്റിക് ആൻഡ് പ്രോഗ്നോസ്റ്റിക് മെഷേഴ്സ് ഫോർ ക്ലയൻറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. സോ കേസ് സ്റ്റഡീസ് നമുക്ക് കൂടുതലും ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സൈക്കോളജിസ്റ്റുകൾ ക്ലിനിക്കലി അവർ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഇവരെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഡയഗ്നോസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്നോസ്റ്റിക് മെഷേഴ്സൊക്കെ യൂസ് ചെയ്ത് ക്ലയൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡ് യൂസ് ചെയ്യാം. സോ അപ്പോൾ ക്ലയൻറ്റിന് എന്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം വന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ കേസ് സ്റ്റഡി നടത്തി കഴിയുമ്പോൾ ഇൻഡെപ്തായിട്ട് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ട്രോമ കാരണമായിരിക്കും അവർക്കിത് വന്നത് എന്നാൽ ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ക്ലയൻറ്റിന് കൊടുക്കാൻ യൂസ് ചെയ്യാം. ഇൻ സോഷ്യൽ റിസർച്ച്, കേസ് സ്റ്റഡീസ് ആർ കണ്ടക്റ്റഡ് ഫോർ റിസോൾവിങ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആൻഡ് ബ്രിങ്ങിങ് എബൌട്ട് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫേസിങ് സച്ച് പ്രോബ്ലം. ഇനി സോഷ്യൽ റിസർച്ചിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കേസ് സ്റ്റഡീസ് എന്തിനൊക്കെ നടത്താം, ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലംസുകൾ എടുത്തു വെച്ച് അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൽ നിന്ന് എന്ത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്ത് ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നതിനെ ഒഴിവാക്കാൻ നമുക്ക് ഈ കേസ് സ്റ്റഡി സഹായിക്കും. സോ അപ്പോൾ സോഷ്യൽ റിസർച്ചിൽ ഇങ്ങനെയാണിത് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേസ് സ്റ്റഡി ആണ്. സോ കണ്ടിന്യൂറ്റി ഇൻ സ്റ്റഡി. കണ്ടിന്യൂസ് ആൻഡ് പ്രൊലോങ്ഡ് സ്റ്റഡി ഓഫ് സിറ്റുവേഷൻ ഇസ് നെസസറി ടിൽ ദ അണ്ടർലൈങ് ഫാക്ടേഴ്സ് ആർ എക്സ്പ്ലോർഡ് ആൻഡ് പ്ലോസിബിൾ പാറ്റേൺസ് ഓഫ് ദെയർ ഇൻ്ററാക്ഷൻ, റിലേഷൻഷിപ്പ് ഓർ ഐഡൻറ്റിഫൈഡ്. സോ കേസ് സ്റ്റഡി നടത്തുക എന്ന് പറയുന്നത്, ഈ ഒരു പഠനം നടത്തുന്നത് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. സോ അതിപ്പോൾ ചിലപ്പം കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് ഉടനെ ഇപ്പോൾ 2 ദിവസത്തിനകം എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. സോ അത് എപ്പോഴാണോ നമുക്ക് അതിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്, സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു കേസ് സ്റ്റഡിയുടെ ലെങ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഒരു ആഴ്ച ആയിരിക്കാം, ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ചില വർഷങ്ങളെടുക്കും ഒരു കേസിനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കി എടുക്കുമ്പോൾ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു കണ്ടിന്യൂറ്റി വളരെ അത്യാവശ്യമാണ്. സോ ഇതിൽ പല കാര്യങ്ങൾ ചില ഫാക്ടേഴ്സ് എത്തുമ്പോൾ നമുക്ക് അവിടെ എന്താവും, പോസായി പോകും അല്ലേ, പിന്നെ അതിനെക്കുറിച്ചൊന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ വേരിയസ് ആസ്പെക്ട്സിനെ കുറിച്ച് തിരക്കണം. സോ അപ്പം അതിന് എന്ത് വേണം, ഒരു കണ്ടിന്യൂറ്റി വേണം, അതുപോലെ ഒരു ഇൻ്റർ റിലേഷൻ വേണം. നമ്മൾ തിരക്കുന്ന കാര്യങ്ങളും ആ പ്രോബ്ലവും തമ്മിലൊരു റിലേഷൻ വേണം. സോ അങ്ങനെ ഒരു റിലേഷൻ കണ്ടുപിടിച്ച് ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റഡി എന്താവും, ആ ഒരു കേസ് സ്റ്റഡി ആയിട്ട് സക്സസ് ആയിട്ട് മാറത്തുള്ളൂ. സോ ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഈ സ്റ്റഡിക്ക് എന്ത് വേണം, ഒരു കണ്ടിന്യൂറ്റി ആവശ്യമാണ്. സോ അതുപോലെ കംപ്ലീറ്റ്നെസ് വേണം. കേസ് സ്റ്റഡി ഇൻവോൾവ് ഇൻറ്റൻസീവ് കളക്ഷൻ ഓഫ് ഡേറ്റ കൺസേണിങ് ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഓഫ് ദ യൂണിറ്റ് അണ്ടർ സ്റ്റഡി. സോ ഇവിടെ നമ്മൾ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കേസിൻ്റെ എക്സ്റ്റെൻസീവായിട്ടുള്ള കാര്യം അതിലെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഉൾപ്പെടുന്നതാണ്. ആ ഒരു പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡേറ്റാസും അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള എല്ലാ കാര്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കേസിനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കണം. സോ അതാണ് കംപ്ലീറ്റ്നെസ് ആണ് കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ. ഒരു കംപ്ലീറ്റ് ഓവറോൾ നമ്മൾ പറഞ്ഞല്ലേ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. സോ അതുപോലെ കംപ്ലീറ്റ്നെസ് ഉണ്ട്. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടൻറ്റ് കോൺഫിഡൻഷ്യൽ റെക്കോർഡിംഗ് ആണ്. സോ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പറഞ്ഞത് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. സോ അതിലൊന്നും എന്ത് ചെയ്യത്തില്ല, ഒരു ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് അവിടെ കോൺഫിഡൻഷ്യാലിറ്റി വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു കേസ് വർക്കാണ് അല്ലെങ്കിൽ കേസ് സ്റ്റഡിയാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്യുമെൻറ്റേഷൻസ് അതുപോലെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ പേഴ്സണൽ കാര്യങ്ങൾ വരാം. സോ അതെല്ലാം എന്തായിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. സോ അത് റിവീൽ ചെയ്യൽ പുറത്തുള്ള ഇതിലോട്ട് കുറേയൊക്കെ സീക്രട്ട് വരാം അല്ലെങ്കിൽ ചില പ്രൈവസി കാര്യങ്ങൾ വരാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. സോ കോൺഫിഡൻഷ്യൽ റെക്കോർഡിംഗ് എപ്പോഴും ഒരു കേസ് സ്റ്റഡി മെത്തേഡിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഡോക്യുമെൻറ്റേഷൻ ഡ്യൂറിങ് എ കേസ് സ്റ്റഡി നീഡ് ടു ബി മെയിൻറ്റെയിൻ വിത്ത് അറ്റ്മോസ്റ്റ് സീക്രസി. സോ ഒരു സീക്രട്ടായിട്ട് അല്ലെങ്കിൽ ഒരു സീക്രസി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, ആ ഒരു കാര്യം സീക്രട്ട്
വയ്ക്കുക ആ കേസിനെ കുറിച്ചുള്ള ആസ്പെക്റ്റുകൾ. സോ അപ്പോൾ കോൺഫിഡൻഷ്യൽ റെക്കോർഡിംഗ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേസ് സ്റ്റഡിയാണ്. ഇനി അടുത്ത സ്റ്റെപ്സ് നമ്മൾ മെത്തഡോളജീസ് ആണ് പറയുന്നത്. സോ ഇതിൽ സ്റ്റെപ്സുകളാണ് പറയുന്നത്. ലൊക്കേറ്റിംഗ് എ കേസ് ടു ബി സ്റ്റഡി. സോ ഐഡൻറ്റിഫൈങ് ദ പേഴ്സൺ. എന്താണോ നമുക്ക് ആദ്യം പ്രോബ്ലം അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആയിട്ട് എന്താണോ നമുക്ക് എടുക്കേണ്ടത് അതിനെ എന്ത് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക. സോ അതാണ് ലൊക്കേറ്റിംഗ് എ കേസ് ടു ബി സ്റ്റഡി. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ഡേറ്റ കളക്ട് ചെയ്യുക, കളക്ഷൻ ഓഫ് ഡേറ്റ. സോ ഡേറ്റ എല്ലാം കളക്ഷൻ ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഇൻഡെപ്തായിട്ട് എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. നമുക്ക് കിട്ടിയ ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തു, ഇന്ന കാരണം കൊണ്ടാണ് ഈ പ്രോബ്ലം വന്നതെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സ്റ്റേജാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി സ്റ്റെപ്പ് 4 ആകുമ്പോൾ കൺക്ലൂഷൻ ആയിരിക്കും. സോ ഡ്രോൺ ഓൺ ദ ബേസിസ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസ്കഷൻ. സോ ഇതിലെന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലെത്തും. ഈ പ്രോബ്ലം വന്നത് എന്തുകൊണ്ട്, സോ അതിന് ട്രീറ്റ്മെൻറ്റിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഡിസ്കഷനിലൂടെ എന്ത് ചെയ്യും, ആ ഒരു കൺക്ലൂഷനിൽ എത്തും. ദ വർക്ക് ഈസ് ദെൻ പ്രോപ്പർലി റെക്കോർഡ്. സോ എന്നിട്ട് ഈ വർക്കിനെ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. സോ ഇനി അടുത്ത നമുക്ക് ടൈപ്സ് ഓഫ് കേസ് സ്റ്റഡീസ് പറയാം. ടൈപ്സ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസ് തന്നെ എത്ര തരത്തിലുണ്ട്. നമുക്ക് ഹിസ്റ്റോറിക്കൽ കേസ് സ്റ്റഡീസ് നടത്താം. ദിസ് സ്റ്റഡീസ് ട്രേസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ യൂണിറ്റ് ഓർഗനൈസേഷൻ ഓവർ എ പീരീഡ് ഓഫ് എ ടൈം. സോ ഹിസ്റ്റോറിക്കൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഇത് ഏത് കാലം തുടങ്ങി, സോ അപ്പോൾ ഇതിൻ്റെ മൈൽ സ്റ്റോൺസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നതിനാണ് ഹിസ്റ്റോറിക്കൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ഒരു കുറേ വർഷങ്ങൾ ഇപ്പം നിലവിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി എടുത്തു അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എടുത്ത് അത് എന്ന് സ്റ്റാർട്ട് ചെയ്തു അതിനെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഒബ്സർവേഷണൽ കേസ് സ്റ്റഡി. ദിസ് സ്റ്റഡി ഫോക്കസ് ഓൺ ഒബ്സർവിങ് ദ യൂണിറ്റ് ബോത്ത് പാർട്ടിസിപ്പൻറ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. സോ ഒബ്സർവേഷണൽ കേസ് സ്റ്റഡീസിൽ എന്ന് പറയുന്നത് ഈ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ആ യൂണിറ്റിനെ, എന്താണോ നമ്മൾ എടുക്കുന്ന കേസ് ആ കേസിന് ഒബ്സർവേഷനിലൂടെ അതിന് നമ്മൾ പഠനം നടത്തുന്നതിനാണ്. അത് ചിലപ്പോൾ എന്താവും, പാർട്ടിസിപ്പൻ്റ് ആകാം, നോൺ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഗ്രൂപ്പിൽ ചേർന്ന് നിന്നുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യാം. അതല്ലാതെ ആ ഗ്രൂപ്പിന് വെളിയിൽ നിന്നുകൊണ്ട് അവരെ വീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് ഒബ്സർവേഷൻ നടത്താം. സോ അതാണ് ഒബ്സർവേഷണൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇനി ഓറൽ കേസ് ഹിസ്റ്ററി. ദിസ് ആർ യൂഷ്വലി ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്സ് ദാറ്റ് ദ റിസർച്ചർ കളക്ട് യൂസിങ് എക്സ്റ്റെൻസീവ് ഇൻ്റർവ്യൂയിങ് ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ. സോ ഓറൽ കേസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആദ്യം നമ്മൾ ഒരു ഫസ്റ്റ് പേഴ്സൺ അയാൾ അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ എന്ത് ചെയ്യുകയാണ്, നറേറ്റ് ചെയ്യുക. സോ റിസർച്ചർ കളക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂയിലൂടെ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തെടുക്കുക. അത് കൂടുതലും ഏത് ഫീൽഡിനാണ് വരുന്നത്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫീൽഡിനാണ്. ഒരു പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി വന്ന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറയുകയാണല്ലേ, എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് എല്ലാ ഫീൽഡിലും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. എന്നാലും സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. സോ അപ്പോൾ ഒരു റിസർച്ചർ ഒരു ക്ലയൻറ്റിൽ അല്ലെങ്കിൽ ക്ലയൻറ്റിൽ നിന്ന് കേട്ട് ആ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതിൽ നിന്ന് പഠനം നടത്തുന്നതിനാണ് ഓറൽ കേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഇനി കേസ് സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള എവിഡൻസിൻ്റെ സോഴ്സസ് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ, ഡോക്യുമെൻറ്റ്സ്. സോ നമ്മൾ പറഞ്ഞില്ലേ ഹിസ്റ്റോറിക്കലൊക്കെ ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ കേസ് സ്റ്റഡിയൊക്കെ നടത്തുവാണെങ്കിൽ നമുക്ക് പല ഡോക്യുമെൻറ്റ്സിലൂടെ ഇവർ എക്സ്റ്റാബ്ലിഷ് ചെയ്ത സമയത്തുള്ള പഴയ ഡോക്യുമെൻറ്റ്സിലൂടെയൊക്കെ പല കാര്യങ്ങൾ കേസായിട്ട് പഠിക്കാം. അതുപോലെ ഇൻ്റർവ്യൂസ് നമ്മൾ ഓറൽ പറഞ്ഞ കണക്ക് ഒരു വ്യക്തി അയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും, ഡേറ്റ കളക്ട് ചെയ്യാം. സോ അതിൽ നിന്ന് നമുക്ക് എവിഡൻസുകൾ കിട്ടും. അതുപോലെ പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. സോ നമ്മുടെ വീക്ഷണത്തിലൂടെ നമുക്ക് കുറേ എവിഡൻസുകൾ ഈ ഒരു കേസ് സ്റ്റഡിക്ക് വേണ്ടി കളക്ട് ചെയ്യാൻ പറ്റും. സോ ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റഡി ഡേറ്റ കളക്ഷൻ നടത്തുന്ന സമയത്തുള്ള പ്രിൻസിപ്പിൾസാണ് യൂസ് ഓഫ് മൾട്ടിപ്പിൾ സോഴ്സസ്. സോ ഒരു സോഴ്സ് മാത്രം ഉപയോഗിച്ചായിരിക്കരുത് എന്ത് ചെയ്യേണ്ടത്, കേസ് സ്റ്റഡി നടത്തേണ്ടത്. അവിടെ ഒന്നിലധികം സോഴ്സുകൾ യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സ്, ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻസ്, അങ്ങനെ പല രീതിയിലൂടെ പല മെത്തേഡ്സിലൂടെ സോഴ്സുകൾ യൂസ് ചെയ്യുക ഒരു കേസ് സ്റ്റഡി നടത്തുമ്പോൾ. മെയിൻറ്റെയിനിങ് എ ചെയിൻ ഓഫ് എവിഡൻസ്. സോ ഈ എടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ എവിഡൻസിന് എന്ത് വേണം, ആ ഒരു കണ്ടിന്യൂറ്റി വേണം. സോ അതാണ് പറയുന്നത് മെയിൻറ്റെയിനിങ് എ ചേഞ്ച് ഓഫ് എവിഡൻസ്. ഇനി അതുപോലെ റെക്കോർഡ് ഡേറ്റ, നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക.
ഇനി സ്കിൽസ് നീഡഡ് ബൈ ദ കേസ് സ്റ്റഡി ഇൻവെസ്റ്റിഗേറ്റർ. സോ ഒരു കേസ് സ്റ്റഡി നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്ററിന് ആവശ്യമായിട്ടുള്ള സ്കിൽസാണ് എബിലിറ്റി ടു ഫോർമുലേറ്റ് റെലവൻറ്റ് ആൻഡ് പ്രിസൈസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് എനേബിൾ ദ ഡേറ്റ ടു ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ സബ്ജക്റ്റ്. സോ ഒരു നമ്മൾ എടുക്കുന്ന കേസ് എന്താണോ ആ കേസ് ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യം, റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ആ ഒരു കഴിവ് ഉണ്ടായിരിക്കണം. സോ അപ്പം നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കേസ് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ഒരു ഏരിയയാണ്, പക്ഷേ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതുമായിട്ടൊരു റിലേഷനും ഇല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ സബ്ജക്റ്റ് എന്താണോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെലവൻ്റ് ആയിട്ട് അതുപോലെ പ്രിസൈസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണോ അത് ഫോർമുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അവിടെ ഉണ്ടായിരിക്കണം. അടുത്ത ഇൻവെസ്റ്റിഗേറ്റർ നീഡ് ടു ബി എ ഗുഡ് ലിസണർ. സോ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചോദിച്ചാൽ പോരാ, പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതി കേൾക്കണം, ഗുഡ് ലിസണർ ആവണം, എന്നാലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി വേണം. സോ സിറ്റുവേഷൻസ് മാറാം. സോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂ, ഞാനിങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കരുത്. ചിലപ്പം പേഴ്സൺസ് മാറാം, ഒരു സിറ്റുവേഷൻസ് മാറാം. സോ അതിനനുസരിച്ച് അഡാപ്റ്റബിൾ ആകണം, അതുപോലെ ഫ്ലെക്സിബിളും ആവണം. The investigator must have a grasp of issues that is being studied. സോ ഇൻവെസ്റ്റിഗേറ്ററിന് എന്താണ്, അദ്ദേഹം എടുക്കുന്ന സ്റ്റഡിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഇഷ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തത വേണം. ലാക്ക് ഓഫ് ബയസ് ഇസ് എസെൻഷ്യൽ. സോ ബയസ് ആവരുത്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബയസ് അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രം നിന്നുകൊണ്ട് ഈ ഒരു ഏരിയ എനിക്കിഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് അതിലോട്ട് പോകരുത്. സോ ഇത്രയുമാണ് സ്കിൽസ്. ഇനി അടുത്ത അഡ്വാൻറ്റേജസ്, കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻറ്റൻസീവ് സ്റ്റഡി ആൻഡ് ഇൻ ഡെപ്ത് അനാലിസിസ് ഓഫ് എ സോഷ്യൽ യൂണിറ്റ് വിച്ച് ഹെൽപ്പ് ഇൻ കോൺട്രഡിക്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് തിയറി. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അഡ്വാൻറ്റേജസിൽ വരുന്നത്. എന്നാണ് ഇൻ ഡെപ്ത് ഇതിൽ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഇൻ ഡെപ്തായിട്ട് ഒരു സോഷ്യൽ യൂണിറ്റ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, ഇൻ ഡെപ്തായിട്ടൊരു അനാലിസിസ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാൻ, അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു കോൺട്രഡിക്റ്ററി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഈ ഒരു സ്റ്റഡി സഹായിക്കും. ഇൻ ഡെപ്ത് ആൻഡ് കോംപ്രഹെൻസീവ് ഇൻഫർമേഷൻസ് ആർ കളക്റ്റഡ് ത്രൂ ദിസ് മെത്തേഡ് വിച്ച് ഹെൽപ്സ് ഇൻ സ്റ്റിമുലേറ്റിംഗ് ന്യൂ റിസർച്ച്. സോ ഇതിലൂടെ നമ്മൾ എടുക്കുന്ന കളക്ഷൻ അല്ല ഡേറ്റ എന്ന് പറയുന്നെങ്കിൽ എടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ അല്ലെങ്കിൽ കോംപ്രഹെൻസീവായിട്ട് ഓവറോൾ ടോട്ടാലിറ്റി നമ്മൾ നോക്കാറുണ്ട് അല്ലേ. സോ അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ആ പല ടോട്ടാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് പുതിയ റിസർച്ചുകൾ നമുക്ക് നടത്താൻ പറ്റും. സോ അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. Third one is it is suitable for collecting data pertaining to sensitive areas of a social phenomena. സോ ഈ ഒരു കേസ് സ്റ്റഡി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സെൻസിറ്റീവ് ഏരിയാസിൽ വരെയുള്ള ഡേറ്റ കളക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ചില സോഷ്യൽ ഫിനോമിനൻസ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അത് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വാളിറ്റേറ്റീവായിട്ട് ആ കാര്യങ്ങൾ ചോദിച്ച് ചെന്ന് എത്ര നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്രയുണ്ടോ റാങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ഒരു ഡേറ്റ കളക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് പോകാൻ പറ്റാത്ത ഏരിയാസ് കാണും, സെൻസിറ്റീവായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവേഷനിലൂടെയും അവരുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പേഷൻ ഒബ്സർവേഷനിലൂടെയൊക്കെ കാര്യങ്ങൾ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്കതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് ഈ പഠനം കേസ് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് ഇറ്റ് ഹെൽപ്സ് ടു കളക്ട് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ഡൈവേഴ്സ് ഹാബിറ്റ് ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ദ യൂണിറ്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. സോ ഇത് കോത്താരി 2014 പറഞ്ഞ ഒരു അഡ്വാൻറ്റേജസ് ആണ് കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ. ഇത് എന്താണ്, പല ഹാബിറ്റുകളിൽ അല്ലെങ്കിൽ പല വാസസ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള അവരുടെ ട്രെയ്റ്റ്സ്, അവരുടെ ക്വാളിറ്റീസ്, സോ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറയും, നമുക്ക് ഇൻവെസ്റ്റിഗേഷനിലൂടെ അവരൊരു യൂണിറ്റ് ആക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റും. സോ നമ്മൾ ട്രൈബൽ യൂണിറ്റ്, സോ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ്, അങ്ങനെ അവരൊരു കേസ്, അവർ ട്രൈബൽസിൻ്റെ ഒരു കേസ് ആക്കി എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അർബൻ ഏരിയാസിലുള്ള ആൾക്കാർ, സോ അവരിങ്ങനെയാണ്, അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ, സോ അങ്ങനെ ഓരോ യൂണിറ്റായിട്ട് അവരുടെ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസൊക്കെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത റിസർച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ദ സോഷ്യൽ ചേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് എ സോഷ്യൽ യൂണിറ്റ് എവറി നൗ ആൻഡ് ദെൻ.
സോ ഇങ്ങനെ ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡ് നടത്തുന്നത് വഴി റിസർച്ചറിന് പല സമയത്തിൽ വരുന്ന സോഷ്യൽ ചേഞ്ച്. സോ നമ്മൾ ഹിസ്റ്റോറിക്കൽ കേസ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന കാലങ്ങളായിരിക്കത്തില്ല എന്ത് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ വന്ന സോഷ്യൽ ചേഞ്ച് എന്താണ് എന്ന്, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ യൂണിറ്റിൽ കാലങ്ങളായിട്ട് വന്ന ചേഞ്ചസുകൾ എന്താണ്, അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളെല്ലാം റിസർച്ചറിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. This study can be a means to understand the past of a social unit because of its emphasis on historical analysis. So, ഈ ഒരു പഠനത്തിലൂടെ ഒരു സോഷ്യൽ യൂണിറ്റിൻ്റെ പാസ്റ്റ് കാലങ്ങൾ, ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് നടത്തുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് എംഫസൈസ് ചെയ്യുന്നത് കൊണ്ട് പാസ്റ്റ് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും. The researcher can use any type of methods like interview, questionnaire, document, self-report. So, റിസർച്ചറിന് ഇവിടെ യൂസ് ചെയ്യാൻ ടൂൾസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഒരുപാടുണ്ട്. ഇൻ്റർവ്യൂയിലൂടെ ചെയ്യാം, ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ സെൽഫ് റിപ്പോർട്ട്സ്. സോ അങ്ങനെ പല മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കേസ് സ്റ്റഡി മെത്തേഡ് നടത്താം. ഇനി കേസ് സ്റ്റഡി എനേബിൾ ടു ജനറലൈസ് ദ നോളജ് അമ്യൂസിങ് ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ്. സോ ഈ കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് ആ നോളജിനെ എന്ത് ചെയ്യാം, ജനറലൈസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എ റിയൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ക്യാൻ ബി റെക്കോർഡഡ് വിച്ച് എൻലൈറ്റൻ ദ റിവീൽ ദ റിയൽ മാൻസ് ഇന്നർ ഡിറ്റർമൈൻഡ്. സോ ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു റിയൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണല്ലോ. ഒരു വ്യക്തി പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ റിയലായിട്ട് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ പല കാര്യങ്ങളും ഒരു കറക്റ്റ് ഒരു റിയൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പുറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റും ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡ് നടത്തുന്നതിലൂടെ. ഇനി അടുത്ത data obtained through case study is useful for formulation of hypothesis and preparation of schedule and questionnaire for such type of study and for further research. So ഇതും കോത്താരി 2014 പറഞ്ഞൊരു അഡ്വാൻറ്റേജസ് ആണ്. ഇതിലൂടെ കേസ് സ്റ്റഡിയിലൂടെ കിട്ടുന്ന ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈപ്പോത്തസിസ്, ഒരു റിസർച്ച് നടത്തുമ്പോൾ ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് നടത്താനും ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡ് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ എൻഹാൻസിങ് ഹെർ എക്സ്പെർട്ടൻസ്, എബിലിറ്റി ആൻഡ് സ്കിൽ ഇൻ കണ്ടൻറ് അനാലിസിസ് ഓഫ് ദ ഡേറ്റ. സോ ഇവിടെ ഒരു വ്യക്തിയുടെ കഴിവുകൾ അല്ലെങ്കിൽ സ്കിൽസ്, ഒരു കണ്ടൻറ് എടുത്ത് അതിനെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ കണ്ടൻറ് അനാലിസിസ് നടത്തുക എന്ന് പറയുന്നത് നല്ലൊരു സ്കില്ലാണ്. സോ അപ്പം ആ ഒരു സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡ് സഹായിക്കും. ഇനി അടുത്ത ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ തെറാപ്പറ്റിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ്, പർട്ടിക്കുലർലി ഇൻ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് തെറാപ്പി. സോ ഇത് തെറാപ്പറ്റിക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വളരെ ഉപകാരപ്പെട്ട ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. പർട്ടിക്കുലറായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഡയഗ്നോസിസ് ചെയ്യാനും കാര്യങ്ങൾ കറക്റ്റ് എന്താണ് എന്ന് ഡയഗ്നോസ് ചെയ്യാനും അതിന് ട്രീറ്റ്മെൻറ്റും തെറാപ്പീസൊക്കെ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്സ്. സോ ഇനി അതിൻ്റെ അടുത്ത ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. കേസ് ഹിസ്റ്ററി റെക്കോർഡ് കുഡ് ബി ഓപ്പൺ ടു എറേഴ്സ് ഡ്യൂ ടു ഫോൾട്ടി സെലക്ഷൻ ഓഫ് കേസ് ആൻഡ് ഇൻഅക്യുറേറ്റ് ഒബ്സർവേഷൻ. സോ കേസ് ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നത് ചില സമയത്ത് നമ്മൾ എടുക്കുന്ന കേസ്, ചില സമയം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന കേസ് എന്ന് പറയുമ്പോൾ ചിലപ്പം എററായിരിക്കാം. ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കേസ് ഇൻഅക്യുറേറ്റ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതൊരു കേസായിട്ട് നമുക്ക് തോന്നുന്നു, പക്ഷെ അത് നമ്മുടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ കാരണമാണ് നമ്മൾ ആ ഒരു കേസ് തുടങ്ങിയത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഒരു എറർ സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിറ്റിൽ എന്തെങ്കിലും ഇൻഅക്യുറേറ്റ് ഒബ്സർവേഷൻ കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന കാരണം ആ കേസ് ഹിസ്റ്ററി ചിലപ്പോൾ എററായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി there are chances of inaccuracy of the data as no uniform and standardized system of recording case histories has been developed. ഇവിടെ ഇൻഅക്യുറസി വരാം, നമ്മളൊരു കാര്യം അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ. ഇവിടെ പ്രത്യേകിച്ച് ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു മെത്തേഡോ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് സിസ്റ്റം ഓഫ് നമ്മളൊരു റിസർച്ച് നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ഫേസിലും ഓരോ സയൻറ്റിഫിക് ആയിട്ട് ഓരോ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അതിലെല്ലാം നമുക്കിത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അത് എവിടെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളൊരു സ്പെസിഫിക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഅക്യുറസി വരാനുള്ള, നമുക്ക് കിട്ടുന്ന ഡേറ്റ ഇൻഅക്യുറേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാൻഡർഡൈസ് സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് കേസ് ഹിസ്റ്ററി ഹാസ് ബീൻ ഡെവലപ്പ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന
കേസ് ഹിസ്റ്ററി ഇന്നാക്യുറേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഡേറ്റ കളക്റ്റഡ് ഫ്രം കേസ് സ്റ്റഡി യൂഷ്വലി ബേസ്ഡ് ഓൺ സെവറൽ അസംഷൻസ് വിച്ച് നോട്ട് ബി വെരി റിയലിസ്റ്റിക് അറ്റ് ടൈം. സോ നമ്മൾ ഡേറ്റ ഒരു കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് പല അസംഷൻസ് കാരണം വരുന്നത്. ചിലപ്പം ഒരാൾ എടുത്തത് കൊണ്ടായിരിക്കും അതിനെ അയാൾ അങ്ങനെ അസംഷൻ ചെയ്തത്, പക്ഷെ വേറൊരാളെടുത്ത് ആ കേസിനെ കുറിച്ച് വേറെ രീതിയിലായിരിക്കും അസംഷൻ നടത്തുന്നത്. സോ അപ്പോൾ അത് റിയലിസ്റ്റിക് ടൈമായിട്ട് വരുമ്പോൾ റിയാലിറ്റി ആയിട്ട് വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആവണമെന്നേ ഇല്ല. സോ അതൊരു മറ്റൊരു പോരായ്മയാണ്. This method is mainly qualitative rather than quantitative. Hence, there may be a question of subjectivity. So, ഇത് കൂടുതലും ക്വാണ്ടിറ്റേറ്റീവിനേക്കാളും ഇവിടെ എന്താണ് ക്വാളിറ്റേറ്റീവ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സബ്ജക്റ്റിവിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതെങ്ങനെ വന്നു എന്നുള്ള പല ക്വസ്റ്റ്യൻസും വരാം. ഇവിടെ എന്താണ് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ക്വാണ്ടിറ്റി പറയുന്നില്ല, ഇന്ന വ്യക്തിക്ക് ഇന്ന കാരണം അങ്ങനെ പറയാത്തത് ക്വാളിറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെർബലി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആ സബ്ജക്റ്റിവിറ്റിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും വീണ്ടും ചോദ്യങ്ങൾ വരാം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡ്രോ ജനറലൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫ്യൂ കേസസ്. സോ ഇത് കുറച്ച് കേസസ് എടുത്ത് വെച്ച് കോമൺ ആയിട്ട് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് എന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് കേസ് എടുത്തിട്ട് എല്ലാവർക്കും ഇങ്ങനെയാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത സാമ്പിളിംഗ് ഇസ് നോട്ട് പോസിബിൾ ഇൻ കേസ് സ്റ്റഡി as this method can be used only in a limited unit. സോ ഇവിടെ സാമ്പിളിംഗ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ച് ചെറിയൊരു ലിമിറ്റഡ് യൂണിറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ സാമ്പിളിംഗ് പോസിബിൾ അല്ല. ഇനി the information collected from case study is incomparable since each informant gives his or her own opinion. Therefore, replication is not possible. സോ നമ്മളൊരു കേസ് സ്റ്റഡി എടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ റെപ്ലിക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ആ കേസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു റിസർച്ചർ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ഇൻവെസ്റ്റിഗേറ്റർ എടുക്കുന്ന വ്യക്തികളുടെ ഒപ്പീനിയൻ അനുസരിച്ചാണ് അദ്ദേഹം പോകുന്നത്. ചിലപ്പോൾ വേറെ ആൾക്കാരെ എടുത്തു കഴിയുമ്പോൾ അവിടെ ചേഞ്ചസ് വരാം. സോ അപ്പോൾ അതുകൊണ്ട് റെപ്ലിക്കേഷൻ പോസിബിളായിട്ട് വരത്തില്ല. Next is, since this method is fully based on the informant, sometimes the informant himself think that he or she have the full knowledge and the information given by them may include some fake also. So ഈ മെത്തേഡ് ഫുള്ളി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിലായിരിക്കും അല്ലേ. സോ ചില സമയത്ത് ആ ഇൻഫർമൻറ്റ് തന്നെ വിചാരിക്കാം എനിക്കിതിനെക്കുറിച്ച് എല്ലാം അറിയാം, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന എല്ലാം കറക്റ്റാണെന്ന് വിചാരിക്കും. ചില സമയത്ത് അതെന്തായിരിക്കാം, അയാൾക്ക് അറിയാത്ത പല കാര്യങ്ങളും കാണാം. ചിലപ്പോൾ അത് അയാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് വ്യൂ ചെയ്തതാണ്, അത് ചിലപ്പോൾ ഫേക്കും ആവാം. സോ ഇൻവെസ്റ്റിഗേറ്റർ ബയസ് മൈറ്റ് ഡിസ്റ്റോർട്ട് ദ ക്വാളിറ്റി ഓഫ് ദ കേസ് സ്റ്റഡി. സോ ഇൻവെസ്റ്റിഗേറ്റർ ബയസ് ഉണ്ടെങ്കിൽ കേസ് സ്റ്റഡിയുടെ ക്വാളിറ്റി കുറയും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫീൽഡിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ട് അദ്ദേഹം കൂടുതൽ ഫോക്കസ് കൊടുത്ത് അതാണ് ശരിയെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്താൽ ആ കേസ് സ്റ്റഡി ഒരു പ്രയോജനമില്ല, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു കേസ് സ്റ്റഡി ആയിട്ട് മാറും. ഇനി കേസ് സ്റ്റഡി ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി ഇൻ സർട്ടൻ കേസസ്. സോ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, ചിലപ്പം ഒരു ദിവസം കൊണ്ടൊന്നും നിൽക്കത്തില്ല, വർഷങ്ങളെടുത്തായിരിക്കും ചിലപ്പോൾ ഒരു കേസ് നമ്മൾ പഠനം നടത്തുന്നത്. സോ ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ കോസ്റ്റ്ലിയുമാണ്. ദിസ് മെത്തേഡ് കനോട്ട് ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഇൻ ബിഗ് ആൻഡ് കോംപ്ലക്സ് സൊസൈറ്റീസ്. അതുപോലെ ഒരുപാട് വലിയ സൊസൈറ്റികളെ കുറിച്ചുള്ള ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ചെറിയ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനങ്ങൾ മാത്രമേ കേസ് സ്റ്റഡിയിലൂടെ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ അത്രയേ ഉള്ളൂ കേസ് സ്റ്റഡിയെക്കുറിച്ച്. ഇനി അടുത്ത നമുക്ക് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. സോ അതിൻ്റെ ഡെഫിനിഷൻസ്: ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആർ ഡിഫൈൻഡ് ആസ് സെമി സ്ട്രക്ചേർഡ് ഗ്രൂപ്പ്സ് ഡിസ്കഷൻ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ഇൻ ഡെപ്ത് ഇൻഫർമേഷൻ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ അല്ലെങ്കിൽ ഇൻസൈറ്റ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എബൌട്ട് എ പർട്ടിക്കുലർ ടോപ്പിക്. സോ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഇതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻ ഡെപ്ത് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. സോ ഇതിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഒരു ടോപ്പിക്ക് കൊടുക്കും. ആ ടോപ്പിക്കിനെ കുറിച്ച് ഓരോരുത്തർക്കുമുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. സോ ഇതിനാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. ദ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഈൽഡ് ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾ, ഒപ്പീനിയൻസ്, ബിലീവ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പെർസെപ്ഷൻ ടുവേർഡ്സ് എ പ്രോഡക്റ്റ്, സർവീസ്, കൺസെപ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ്, ഐഡിയ ഓർ പാക്കേജിങ്. സോ ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. സോ അവിടെ ഏതാണെങ്കിലും അവരുടെ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫാക്ടറീസിലാണെങ്കിൽ അവിടെയുള്ള എംപ്ലോയേഴ്സിനെല്ലാം
ഇരുത്തിക്കൊണ്ട് ചർച്ച നടത്തും അല്ലേ. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ചാണ്. സോ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ ചേർന്നിരുന്ന് ഒരു ഡിസ്കഷൻ നടത്തുന്നതിന്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുന്നതിനാണ് നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻവോൾവ് ഗ്യാതറിംഗ് പീപ്പിൾ ഫ്രം സിമിലർ ബാക്ക്ഗ്രൗണ്ട് ഓർ എക്സ്പീരിയൻസ് ടുഗദർ ടു ഡിസ്കസ് എ സ്പെസിഫിക് ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പീപ്പിളിനെ സെലക്ട് ചെയ്യുന്നത് എന്താണ്, സിമിലർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞല്ലേ, ഒരു ഫാക്ടറീസ്. സോ അപ്പോൾ അവിടെ എല്ലാവരും കോമൺ ആയിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ അവർ കോമൺ ഗോളായിരിക്കും. സോ അപ്പോൾ ഒരേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരേ എക്സ്പീരിയൻസിലുള്ള ആൾക്കാരെ ഒന്നിച്ച് ചേർത്തിരുത്തി അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് ടോപ്പിക്കിന് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ്, അവർക്കിഷ്ടമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കഷൻ നടത്തുന്നതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് വെയർ ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് അബൌട്ട് ദ പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, ഒപ്പീനിയൻ ഓർ ഐഡിയ. സോ ഇതും എന്താണ്, ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. സോ അവിടെ എന്തോ ചോദിക്കുന്നത്, ഓരോ വ്യക്തികളുടെയും പെർസെപ്ഷൻ, അവരുടെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ അവരെന്താണ് അതിനെ വീക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ബിലീഫ് എന്താണ്, അവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഐഡിയ എന്താണെന്നാണ് ഇതിലൂടെ നമ്മൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. For example, assessing the attitude of mother of under 2 years children regarding exclusive breastfeeding in ward number 1 of rural municipality. So ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. സോ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു വാർഡ് നമ്പർ 1 ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനെ എല്ലാം 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള അമ്മമാരെ എല്ലാം സെലക്ട് ചെയ്തിട്ട് അവരടുത്ത് ചോദിക്കുകയാണ് അല്ലേ, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. അതാണ് ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയും. ഇവിടെയുള്ള വ്യക്തികൾക്ക് എന്താണ്, കോമൺ ആയിട്ടൊരു അല്ലെങ്കിൽ ഒരു സിമിലർ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. 2 വയസ്സിൽ താഴെ ഉള്ള കുട്ടികളുള്ള അമ്മ, മുലയൂട്ടുന്ന അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണ് അവിടെ എടുത്തിരിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇനി ഇതിങ്ങനെയാണ് ഒറിജിൻ ചെയ്തതെന്ന് വെച്ചാൽ, ദ ഒറിജിൻ ഓഫ് ദ ഫോക്കസ് ഗ്രൂപ്പ് വാസ് ഇൻ സോഷ്യോളജി ഫീൽഡിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ വന്നത്. നൗ ഈസ് യൂസ്ഡ് ഇൻറ്റൻസീവ്ലി ഇൻ മാർക്കറ്റിംഗ് ഫീൽഡ്. സോ ഇതിനിപ്പം ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ എല്ലാ ഫീൽഡുകളിലും എന്തുണ്ട്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. എല്ലാ മാർക്കറ്റിംഗ് ഫീൽഡുകളിലെല്ലാം എന്ത് ചെയ്യാറുണ്ട്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താം. മാർക്കറ്റ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം, സെയിൽസ്മാൻമാരെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, എന്തുകൊണ്ട് ഇത്രയും നമുക്ക് മാർക്കറ്റിംഗ് കുറഞ്ഞു, അപ്പോൾ അതിന് എന്ത് ചെയ്യാം, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ പലരുടെയും ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വാല്യൂസൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇറ്റ് ഹാസ് ബീൻ ഗ്രോയിങ് ഇൻ പോപ്പുലാരിറ്റി ഇൻ അനദർ ഏരിയാസ്. സോ പല ഏരിയാസിലുണ്ട്. ഇൻ സോഷ്യൽ സയൻസ്, റോബർട്ട് മെർട്ടൺ പബ്ലിഷ് ദ ഫസ്റ്റ് വർക്ക് യൂസിങ് ഫോക്കസ് ഗ്രൂപ്പ്. സോഷ്യൽ സയൻസിൽ റോബർട്ട് മെർട്ടൺ പബ്ലിഷ് ചെയ്തത്, ആദ്യമായിട്ട് ഫോക്കസ് ഗ്രൂപ്പ് ഉപയോഗിച്ച് പബ്ലിഷ് ചെയ്തതിനെ പറയുന്നത് പോൾ ലസാർഫെൽഡ് എന്നാണ്. ഓൺ അതേഴ്സ് ലേറ്റർ ഇൻട്രൊഡ്യൂസ് ദിസ് ടെക്നിക്ക് ഇൻ മാർക്കറ്റിംഗ്. സോ അതിനുശേഷം ഇതിനെ മാർക്കറ്റിംഗ് ടെക്നിക്കിലോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് മോർഗൻ. ഇനി പാർട്ടിസിപ്പൻസ് ആർ ഫ്രീ ടു ടോക്ക് വിത്ത് അതർ ഗ്രൂപ്പ് മെമ്പേഴ്സ്. FGD എൻകറേജ് ഡിസ്കഷൻ വിത്ത് അതർ പാർട്ടിസിപ്പൻറ്റ്. സോ ഇവിടെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള അതർ ഗ്രൂപ്പിലുള്ളവരുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഇതുണ്ട്. അതർ പാർട്ടിസിപ്പൻസുമായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കഷനും നടത്താം. ഇനി ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ജനറലി ഇൻവോൾവ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂയിങ് ഇൻ വിച്ച് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് യൂഷ്വലി 8 to 12 പീപ്പിൾ ആർ ഇൻവോൾവ്. സോ ഇതിൽ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് 10-50 പേരെ ചേർത്തല്ല, ഒരു 8 to 12 ആൾക്കാരെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂയിങ് ആണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ലീഡ് ചെയ്യാൻ ഒരു വ്യക്തിയുണ്ട്. ചുമ്മാ കുറേ ആൾക്കാർ വന്നിരുന്ന് എന്തിനെങ്കിലും പറ്റി സംസാരിച്ചാൽ പോരാ. സോ അതിനെ നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു മോഡറേറ്റർ, സോ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനെ ലീഡ് ചെയ്യാനൊരു മോഡറേറ്റർ ഉണ്ടാവണം. ഇറ്റ് ഈസ് ലെഡ് ബൈ എ മോഡറേറ്റർ അല്ലെങ്കിൽ ഒരു മോഡറേറ്റർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവർ എന്ന് പറയാം. ഇൻ എ ലൂസ്ലി സ്ട്രക്ചേർഡ് ഡിസ്കഷൻ ഓഫ് വേരിയസ് ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻക്ലൂഡ്സ് എ നോട്ട് ടേക്കർ. സോ അതുപോലെ തന്നെ ഒരു മോഡറേറ്റർ ഉണ്ടായിരിക്കണം. അദ്ദേഹമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു സ്ട്രക്ചേർഡ്, ഭയങ്കര സ്ട്രക്ചേർഡ് ആവരുത്, ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെക്കുറിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഡിസ്കഷനിലൂടെ പല ടോപ്പിക്ക് ഇൻട്രസ്റ്റ് അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. സോ അതിലൂടെ എന്ത് ചെയ്യുക, ഒരു നോട്ട് ടേക്കർ, അത് ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനൊരു ആൾ വേണം.
ദ FGD ഷുഡ് ബി ബിറ്റ്വീൻ 16 and 90 minutes. സോ ഒരു 60 to 90 മിനിറ്റ് വരെ ആയിരിക്കണം ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. FGD ഈസ് ഷോർട്ടർ ദാൻ 60 minutes. ഇറ്റ് ഈസ് ഓഫൺ ഡിഫിക്കൽട്ട് ടു ഫുള്ളി എക്സ്പ്ലോർ ദ ഡിസ്കഷൻ ടോപ്പിക് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ 90 minutes ദ ഡിസ്കഷൻ ക്യാൻ ബിക്കം അൺപ്രൊഡക്റ്റീവ്. സോ ഇത് ഈ ഒരു 60 to 90 മിനിറ്റിൻ്റെ അകത്ത് വെച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തേണ്ടത്. 60 മിനിറ്റിൽ താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, എല്ലാ കാര്യത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടത്തില്ല. ഇനി 90 കൂടി പോയാലും പ്രശ്നമാണല്ലേ, ഇതൊരു അൺപ്രൊഡക്റ്റീവ് ആവും, പല നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. The FGD provide an opportunity for researcher to listen to local voices, emphasizing on paying attention to the needs of those who have little or no societal voice. So FGD എന്ന് പറയാം, ഫോക്കസ് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് റിസർച്ചറിന് എന്താണ് സാധാരണ ലോക്കൽ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരടുത്ത് പോയി പറയാൻ പറ്റാത്ത ഏരിയാസിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വരെ ഇത് അവർക്ക് പറയാൻ പറ്റുമല്ലേ. ഇപ്പോൾ ഒരു വർക്കറാണെങ്കിൽ, വർക്കേഴ്സിൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ അവർക്കിത് ഒരു ഹയർ അതോറിറ്റിയോട് പറയാൻ പറ്റത്തില്ലായിരിക്കും അവരുടെ പ്രശ്നം. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മുകളിൽ ഇരിക്കുന്ന ഒരു മുതലാളിക്ക് അല്ലെങ്കിൽ ഓണറിൻ്റെ അടുത്തോട്ട് അവരുടെ കാര്യം എത്തിക്കാൻ പറ്റും. സോ ഇനി നമുക്ക് അടുത്തത് എന്തിനൊക്കെ നമുക്ക് ഫോക്കസ് ഗ്രൂപ്പ് യൂസ് ചെയ്യാം. ടു ഫൈൻഡ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ എന്ത് ചെയ്യാം, കുറച്ച് ആൾക്കാർ ചേർന്നിരുന്നു കൊണ്ട് ഈ സൊല്യൂഷൻ കണ്ടെത്താൻ. ടു ഡീപ്പൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, സോ ക്വാണ്ടിറ്റേറ്റീവായിട്ട് കിട്ടുന്ന ഡേറ്റയെക്കുറിച്ച് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് സഹായിക്കും. ടു ഇൻവെസ്റ്റിഗേറ്റ് ഗ്രൂപ്പ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്, സോ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ബിലീഫ് എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് സഹായിക്കും. വെൻ ദർ ഇസ് ബിലീവ് ടു ബി എ ഡിഫറൻസ് in power between the researcher and participant. സോ ഇതിൽ പാർട്ടിസിപ്പൻ്റ് അല്ലെങ്കിൽ റിസർച്ചറും തമ്മിൽ എന്താണ് ഒരു പവർ ഡിഫറൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ടു ജനറേറ്റ് ഐഡിയാസ് അറ്റ് ദ എക്സ്പ്ലോറേറ്ററി സ്റ്റേജ്, സോ ഇത് പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക. എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് ആകുമ്പോൾ പുതിയ ഐഡിയാസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ സഹായിക്കാം. ടു എക്സ്പ്ലോർ ഡിഫറൻസസ് ആൻഡ് കോമണാലിറ്റീസ്, സോ പല വ്യത്യാസങ്ങളും കാണും, അതുപോലെ കോമൺ ആയിട്ട് ഉള്ള കുറേ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസും കാണും. സോ അപ്പം അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും, ഡിഫറൻസും കോമണാലിറ്റീസും തിരിച്ചറിയാൻ പറ്റും. ടു ഇൻവെസ്റ്റിഗേറ്റ് കോംപ്ലക്സ് ഐഡിയാസ് ആൻഡ് ബിഹേവിയർ, സോ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സൊക്കെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് സഹായിക്കും. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് FGD ആണ്. ഇറ്റ് എനേബിൾസ് ഇൻഡെപ്ത് ഡിസ്കഷൻ ആൻഡ് ഇൻവോൾവ് എ റിലേറ്റീവ്ലി സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ. സോ ഇത് ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ട് ഡിസ്കഷൻ നടത്താൻ സഹായിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ആൾക്കാർ, സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ, കുറച്ച് ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഡെപ്ത് ഡിസ്കഷൻ നടത്താൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. It is focused on a specific area of interest that allow participants to discuss the topic in greater detail. So ഇവിടെ കുറച്ച് ആൾക്കാർ ചേർന്നിരുന്ന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ചിലപ്പോൾ അത് അവർക്ക് ഇൻട്രസ്റ്റഡ് ഉള്ള ഏരിയ ആയിരിക്കും. അതിനെക്കുറിച്ച് അവരെന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവർക്കതിനെക്കുറിച്ച് ഡിസ്കസ്, അവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ വാല്യൂസൊക്കെ അവിടെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉള്ളതാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇൻറ്ററാക്ഷൻ ഈസ് യുണീക്ക് ഫീച്ചർ ഓഫ് ദ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. സോ ഇവിടെ ഇൻറ്ററാക്ഷൻ എന്താണ് ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ്. ഇൻഡീഡ് ദിസ് ക്യാരക്ടറിസ്റ്റിക് ഡിസ്റ്റിങ്ക്വിഷസ് ദ മെത്തേഡ് ഫ്രം ദ ഇൻഡിവിജ്വൽ ഇൻ ഡെപ്ത് ഇൻ്റർവ്യൂ. It is based on the idea that group processes assist people to explore and clarify their point of view. സോ ഇതിലൂടെ പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ തന്നെയും പല കാര്യങ്ങൾ കാണുമല്ലേ. സോ അപ്പം മറ്റുള്ള ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ അതിലുള്ള പ്രോസസ്സുകൾ എന്താണെന്ന്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്നൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് സഹായിക്കും. ഇനി മോഡറേറ്റർ ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക് ആൻഡ് അസിസ്റ്റ് പാർട്ടിസിപ്പൻറ്റ് ടു ഡിസ്കസ് ഇറ്റ് ബൈ എൻകറേജിങ് ഇൻറ്ററാക്ഷൻ ആൻഡ് ഗൈഡിങ് ദ കോൺവെർസേഷൻ. സോ ഇനി ഇതിൻ്റെ മെത്തഡോളജിയാണ്, എങ്ങനെയാണിത് ഏതൊക്കെ മെത്തേഡ്സിലൂടെ സ്റ്റെപ്സ് ഇനിയിപ്പം പറയും. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് മോഡറേറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ടോപ്പിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ എന്നിട്ട്
ഇനി ആരൊക്കെ എപ്പോഴൊക്കെയാണ് പറയേണ്ടത്, ആരൊക്കെയാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഇതിന് ഒരു അസിസ്റ്റൻസ് കൊടുക്കും അല്ലേ, ആ ഒരു കോൺവെർസേഷൻ ഗൈഡ് ചെയ്യും. അടുത്ത ആൾ പറയും, അല്ലെങ്കിൽ ഒരാൾ പറയുന്നതിൻ്റെ ഇടയിൽ കയറി അടുത്ത ആൾ പറയും. സോ അങ്ങനെ കുറച്ച് റൂൾസൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ മോഡറേറ്റർ പ്ലേസ് എ മേജർ റോൾ ഇൻ ഒബ്റ്റൈനിങ് ഗുഡ് ആൻഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ഫോക്കസ് ഗ്രൂപ്പ്. സോ ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ നിന്ന് കറക്റ്റ് അല്ലെങ്കിൽ അക്യുറേറ്റ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അവിടെ ആര് വിചാരിക്കണം, മോഡറേറ്റർ വിചാരിക്കണം. മോഡറേറ്റർ കൺട്രോൾ ചെയ്യണം അല്ലേ. ചിലപ്പം ടോപ്പിക്കിൽ നിന്ന് ഒരാൾ പറഞ്ഞു വരുമ്പോൾ അത് വേറെ ടോപ്പിക്കിലോട്ട് പോകാം. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ മോഡറേറ്റർ പറയണം, ഇതല്ല നമ്മുടെ ഡിസ്കഷൻ, സോ ഈ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരിക. അങ്ങനെ കറക്റ്റായിട്ട് മോഡറേറ്റർ അതിന് ഒരു കോർഡിനേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള കാര്യം ആ ഗ്രൂപ്പിൽ നിന്ന് എടുക്കാൻ പറ്റൂ. The participants usually have shared social and cultural experience such as age, social class, gender, ethnicity, religion and educational background, or shared particular areas of concern such as divorce, marriage, motherhood, childbirth, infant feeding, child immunization, diarrhea, nutrition, mental health, contraception. സോ അപ്പം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക്, അത് സോഷ്യൽ ആകാം അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ എക്സ്പീരിയൻസ് ആണ്. സോ അത് ചിലപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ 2 വയസ്സിൽ താഴെയുള്ള ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് അല്ലെ മദർഹുഡ്, അല്ലെങ്കിൽ ഡൈവോഴ്സ് കഴിഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ യുവതികൾ. സോ അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാർക്കായിരിക്കും എന്തെന്ന് പറയുന്നത് ഒരു ഫോക്കസ് ഗ്രൂപ്പിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഡിസൈഡ് വെദർ ദ ഫോക്കസ് ഗ്രൂപ്പ്സ് ആർ അപ്രോപ്രിയേറ്റ്. സോ ആദ്യം എന്ത് ചെയ്യുക, ഒരു ഫോക്കസ് ഗ്രൂപ്പ് എടുക്കുന്നതിന് മുമ്പായിട്ട് ആ എടുത്ത ഗ്രൂപ്പ് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. ഡിസൈഡ് ഹും ടു ഇൻവോൾവ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റെസ്പോണ്ടൻസ് റിക്വയർ ആസ് പെർ സ്റ്റഡി. സോ ആരൊക്കെ ഇൻവോൾവ് ചെയ്യണം, ഇനി ആരൊക്കെ ഏതൊക്കെ ടൈപ്പ് റെസ്പോൺസ് ആ ഒരു സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെസ്പോണ്ടൻ്റ് ആണോ അവിടെ നമുക്ക് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. ഇനി സെലക്ട് മോഡറേറ്റർ ആൻഡ് ഫീൽഡ് ടീം. സോ ഒരു മോഡറേറ്ററെയും അതുപോലെ ഒരു ഫീൽഡ് ടീമും മെമ്പറിനെയും നോട്ട്സ് എഴുതിയെടുക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, സോ അവരെയും സെലക്ട് ചെയ്തെടുക്കുക. ഇനി ഡെവലപ്പ് ഫെസിലിറ്റേറ്റർ ഗൈഡ് ആൻഡ് ഫോർമാറ്റ് ഫോർ റെക്കോർഡിംഗ് റെസ്പോൺസസ്. ഒരു ഫെസിലിറ്റേറ്റർ ഗൈഡും ഒരു ഈ പറയുന്ന റെസ്പോൺസൊക്കെ എഴുതിയെടുക്കാൻ ഒരു ആളെ സെലക്ട് ചെയ്യുക. ഇനി ട്രെയിൻ ഫീൽഡ് ടീം ആൻഡ് പ്രീ ടെസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. സോ ആ ടീമിന് ചെറിയൊരു ട്രെയിൻ കൊടുക്കുക, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രീ ടെസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. സോ ഈ ഒരു ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതിനെയൊക്കെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കൊടുക്കുക. കണ്ടക്ട് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ സ്യൂട്ടബിൾ ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ്. സോ നല്ല അവർക്ക് പറ്റുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടൊരു എൻവയോൺമെൻറ്റിൽ ഇത് നടത്തുക. ലിസൺ ടു യുവർ ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ടേക്ക് നോട്ട്സ്. സോ എന്നിട്ട് എന്ത് ചെയ്യുക, അവർ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോട്ട്സ് എഴുതിയെടുക്കുക. ട്രാൻസ്ക്രൈബ്, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് റെസ്പോൺസസ്. സോ ആ നോട്ട്സിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തുക. സോ മെത്തഡോളജി എന്ന് പറയുന്നത് ദ പ്രോബ്ലം ഡെഫിനിഷൻ. സോ എന്താണ് പ്രോബ്ലം എന്ന് ഡിഫൈൻ ചെയ്യുക. ഇനി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സാമ്പിൾ. സോ ഏത് സാമ്പിളാണ് എടുക്കുക അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനെയാണ് നമ്മൾ എടുക്കുന്നത്, സോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ മോഡറേറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അടുത്ത ജനറേഷൻ ആൻഡ് പ്രീ ടെസ്റ്റിംഗ് FGD ഷെഡ്യൂൾ. ജനറേഷൻ ആൻഡ് പ്രീ ടെസ്റ്റിംഗ് ഫോക്കസ് ഗ്രൂപ്പ് ഷെഡ്യൂൾ എന്ന് പറയുമ്പം അതിൽ എങ്ങനെ ഓപ്പണിംഗ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാവണം, അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസ് എങ്ങനെ, ട്രാൻസിഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കണം, ഇനി അതിലെ കീ ക്വസ്റ്റ്യൻസ്, എൻഡിങ് ക്വസ്റ്റ്യൻസ്. സോ അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്ത് വെക്കുക. എങ്ങനെ തുടങ്ങാം, ഒരു മോഡറേറ്റർ വന്നിട്ട് ഇങ്ങനെ തുടങ്ങുന്നു, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക്, 2 എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ളത് ഇതാണ്. സോ അപ്പം അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇൻട്രൊഡക്ഷനെ കൊടുത്ത് ഇനി അടുത്തത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മാറി അടുത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്കിലോട്ട് ട്രാൻസിഷൻ നടത്തുന്നു. പിന്നെ അതിനുശേഷം കീ ക്വസ്റ്റ്യൻസ്. അവസാനം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ ആ ഒരു എൻഡിങ് ക്വസ്റ്റ്യനിൽ വെച്ച് അത് നിർത്തുന്നു. ഓൾ തിങ് കൺസിഡേർഡ് ക്വസ്റ്റ്യൻസ്. എല്ലാ കാര്യങ്ങളും എന്താണ് ഒരു ക്വസ്റ്റ്യനായിട്ട് എടുക്കുക. അതുപോലെ സമ്മറി ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഈസി ടു സെറ്റപ്പ്. പെട്ടെന്ന് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു 5-6 അല്ലെങ്കിൽ 12 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ 8
പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ്, പെട്ടെന്നും ചെയ്യാം, അതുപോലെ ഇൻഎക്സ്പെൻസീവ് ആണ്. 12 പേര് ഒന്നിച്ചിരുന്ന് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഫ്രീ ആൻഡ് ഓപ്പൺ ഡിസ്കഷൻ എമംഗ് ദ റെസ്പോണ്ടൻറ്റ് റിസൾട്ട് ഇൻ ജനറേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ദാറ്റ് ക്യാൻ ബി വെരി യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. സോ ഇവിടെ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഫ്രീ ആൻഡ് അവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ബിലീഫ് അല്ലെങ്കിൽ അവരുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഫ്രീ ആൻഡ് ഓപ്പൺ ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഐഡിയാസ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അത് പറയാൻ പറ്റുന്നതിലൂടെ അത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ഉപകാരപ്പെടും. ഇനി എക്സ്പ്രഷൻ other than those in verbal form such as gestures and stimulated activities can provide researcher with a useful insight. സോ ഇവിടെ എക്സ്പ്രഷൻസ് ഇവിടെ നമുക്ക് അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അവിടെ എന്ത് ചെയ്യാം, എക്സ്പ്രഷൻസ് നടത്താം. അത് ജസ്റ്റേഴ്സിലൂടെ ആകാം, എന്തെങ്കിലും ദേഷ്യമാണെങ്കിൽ അവർക്കത് എക്സ്പ്രസ് ചെയ്യാം. സോ അങ്ങനെയുള്ള പല രീതിയിലൂടെ. അപ്പം ആ ഒരു ഏരിയയെക്കുറിച്ച് അവർക്ക് എന്താണ് ഫീലിംഗ് എന്നുള്ളത് അവരെന്ത് ചെയ്യും, ആ ഒരു എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ ജസ്റ്റേഴ്സിലൂടെ അവർ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയെക്കുറിച്ച് മോഡറേറ്ററിന് ഒരു ഇൻസൈറ്റ് ഇടും, ഉൾക്കാഴ്ച കിട്ടാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ വന്നാൽ ഇവർക്കത് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇഷ്ടമാണ്, അങ്ങനെയുള്ളൊരു കാര്യം ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് ഫീലിംഗ്സ്, പെർസെപ്ഷൻ ആൻഡ് ഒപ്പീനിയൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. സോ ഒരു ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെക്കുറിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഫീലിംഗ് എന്താണ്, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് എങ്ങനെയാണ്, ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അവരെങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്കഷനിലൂടെ തിരിച്ചറിയാൻ പറ്റും. എ ഫോക്കസ് ഗ്രൂപ്പ് ഇസ് നോട്ട് സ്റ്റാറ്റിക് ആൻഡ് വെരി ഫ്ലെക്സിബിൾ. The moderator can bring any change in order to better facilitate the discussion during the group discussion, allowing better result in terms of information derived by a focus group. So focus group എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും, ഒരുപോലെ ഇരിക്കത്തില്ല, അതുപോലെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. മോഡറേറ്ററിൻ്റെ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിസ്കഷനിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അവർക്ക് ആവശ്യം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, മോഡറേറ്റർ തീരുമാനിക്കും അല്ലേ, ചിലപ്പോൾ ഒരു ടോപ്പിക്കുകൾ മാറി മാറി പോകാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൽ നിർത്തുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മോഡറേറ്റർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആ ഒരു ഏരിയയിൽ തന്നെ ഡിസ്കഷൻസ് നടത്താൻ പറ്റും. ഈ ക്യാപ്ചേഴ്സ് റിയൽ ലൈഫ് ഡേറ്റ ഇൻ സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോ ഇവിടെ റിയൽ ലൈഫ് ഡേറ്റാസ് എടുക്കുന്നതല്ലേ. സോ അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ ഇരുന്നുകൊണ്ട് റിയൽ ലൈഫ് ഡേറ്റ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കും. റിസർച്ച് ക്യാൻ ഇൻക്രീസ് സാമ്പിൾ സൈസ് ഫോർ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. സോ ഇനി സാമ്പിൾ സൈസ് കൂട്ടിക്കൊണ്ട് ഇതിനെ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിട്ട് മാറ്റാൻ പറ്റും. സോ ഇനി അടുത്ത ലിമിറ്റേഷൻസ്. സം റിസർച്ച് ടോപ്പിക്സ് ആർ അൺസ്യൂട്ടബിൾ ഫോർ ഫോക്കസ് ഗ്രൂപ്പ് എൻവയോൺമെൻറ്റ്. ഫോർ എക്സാമ്പിൾ ടോപ്പിക്സ് വിച്ച് ആർ സീൻ ആസ് ടു പേഴ്സണൽ സച്ച് എസ് ലിവിങ് വിത്ത് HIV, AIDS, സെക്ഷുവാലിറ്റി, ഇൻഫെർട്ടിലിറ്റി. സോ ഇതിലെ ലിമിറ്റേഷൻസ് പറയുന്നത് നമുക്ക് എല്ലാ ഗ്രൂപ്പുകളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോക്കസ് ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പം ചില ഗ്രൂപ്പുകൾക്ക് ആ ടോപ്പിക്കുമായിട്ട് അവർ അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ ആയിരിക്കും ആ ഒരു ഇതിൽ. സോ അവർക്ക് ചിലപ്പോൾ അതിനോട് താല്പര്യമില്ല. അതേ എയ്ഡ്സ് ഉള്ള ആൾക്കാർ വന്നിരുന്ന് ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറയുന്നത്. സോ അതൊക്കെ അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റത്തില്ല, അത് പോസിബിളായിട്ട് നടക്കുന്ന കാര്യമല്ല. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ കണ്ടെക്സ്റ്റ് വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ വെച്ചാണെങ്കിൽ പറയുകയാണെങ്കിൽ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ സ്കൂളിലോ വെച്ച് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് അവർക്ക് അത് അവരുടെ കൊളീഗ്സിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാണും. സോ ആ ഗ്രൂപ്പിലിരുന്നു കൊണ്ട് ആ ഒരു പേഴ്സണൽ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യം ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അസുഖത്തിനെ പറ്റി ചോദിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ അസംബ്ലിങ് ഗ്രൂപ്പ്. സോ ഒരു ഗ്രൂപ്പ് എല്ലാവരെയും ഇതെല്ലാം നോക്കി അസംബിൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി ക്യാപ്ചറിങ് മേജർ ഇഷ്യൂസ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. ഇനി ഇവരുടെ ഏറ്റവും മേജർ ഇഷ്യൂസ് ഏതാണെന്ന് തിരിച്ചറിയാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകാം. ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ടൈം ആൻഡ് കോസ്റ്റ് ഇഫ് ഇൻ കേസ് മോർ ദാൻ വൺ ലാംഗ്വേജ് ഇസ് യൂസ്ഡ്. സോ ഇപ്പം എല്ലാവരും ഒരേ ലാംഗ്വേജുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് സമയവും കോസ്റ്റും എടുക്കും. ദർ ഇസ് ഡിഫിക്കൽട്ട് ഇൻ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് റിവ്യൂ, particularly if tape recorders are used. ഇൻഫർമേഷൻ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ അത് റിവ്യൂ ചെയ്യാനും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അവർ പറയുന്ന എല്ലാം നമുക്ക് അതേപോലെ എഴുതിയെടുക്കാൻ പറ്റത്തില്ല അല്ലേ. അല്ലെങ്കിൽ ഒരു ടേപ്പ് റെക്കോർഡേഴ്സ് യൂസ് ചെയ്താൽ അത് പറ്റും. സോ അതൊരു ലിമിറ്റേഷനാണ്. ഡിഫിക്കൽട്ടി ഇൻ അനലൈസിങ് ഡേറ്റ. പറയുന്ന എല്ലാ കാര്യം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ, ഡേറ്റ അനാലിസിഷൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത്രയുമാണ് ലിമിറ്റേഷൻസ് വരുന്നത്. സോ അടുത്ത താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.